ഇപ്പോഴേ നമ്മൾ ആ റോഡിലോട്ട് ഇറങ്ങിയതേ ഉള്ളേ. അപ്പോഴും നല്ല മഴ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു കുടയുണ്ട്, നമ്മൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ. സംഭവം മഴ കടുക്കുമെന്ന് പറഞ്ഞാൽ എന്തായാലും മഴയാണെങ്കിൽ നമ്മൾ മല കയറിയിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒരു പാർക്കുണ്ടേ, പാർക്കിൽ കയറാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഇതിൽ നമുക്ക് കയറാനുള്ള ടൈമൊന്നും ഇല്ല. പെട്ടെന്ന് മല കയറി വരിക, അതാണ് പരിപാടി, പ്ലാൻ. അവിടുത്തെ ഇതായിരിക്കും, ആർച്ചായിരിക്കും. പാറു പാറുവേ പാറുസേ ഇപ്പൊ വരും. കാള മലയിൽ അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ മലകയറ്റം ആരംഭിക്കുകയാണ്. 6 മണി മുതൽ. അപ്പോൾ ഞങ്ങൾ മലകയറ്റം ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നാണ് കേട്ടോ മല കയറി തുടങ്ങുന്നത്. ഇവിടെ ആർച്ച് വെച്ചിട്ടുണ്ട്. പരമ്പരാഗത പാതയാണ് കേട്ടോ. ഫുള്ള് ഉരുളം കല്ലുകളും മണ്ണും ഒക്കെയാണ്. നോക്കാം, ആദ്യമായിട്ടാണ് പോകുന്നത്. ഓ ഇതിലെ നേരെ കയറി പോയാൽ മതി. ആ എങ്ങനെ എതിരാണെങ്കിലും ചെരിഞ്ഞ് കയറണ്ടാ നല്ലത്. കാലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുത്തനെ കയറുമ്പോ
കാട് ജീവൻ്റെ ഉറവിടം, കേരള വനം വന്യജീവി വകുപ്പ്. മുകളിലോട്ടൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷെ നേരം വെളുത്തതേ ഉള്ളൂ. ആൾക്കാർ രാവിലെ കയറിയിട്ടുണ്ട് കേട്ടോ മലയിലേക്ക്. കാടില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ കുടിനീരില്ല, കുടിനീരില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നമ്മളില്ല. ശരിക്കും സത്യമായ വാചകങ്ങൾ. നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് കയറി വന്നിട്ടേ ഉള്ളൂ. ഇനി നല്ല നടത്തുണ്ട്. മഴ പെയ്ത് കിടക്കുന്നുണ്ടേ. പാറക്കല്ലുകളൊക്കെ നല്ല വഴുക്കലായിട്ടൊക്കെ കിടക്കുവാണ്. നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അജയ വെള്ളം എടുത്തില്ല. വെള്ളം കുടിക്കാതെ അതെ, ദാഹം, വിശപ്പ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നമ്മൾ കഴിച്ചിട്ടില്ല, വെറും വയറ്റിലാതെ. വെറും വയറ്റിലാണ് കയറുന്നേ. വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. കുളിച്ച് നേരെ ഇറങ്ങാം. എടാ, ഈ അന്തരീക്ഷം എങ്ങനെയുണ്ട്? അടിപൊളിയാ എന്ന് പറഞ്ഞാൽ ചാറ്റിൽ മഴയും മഴക്കുള്ളതാ. വെയിലില്ലാത്തത് കൊണ്ടേ കയറി പോകും. അതും രാവിലെ അല്ലേ? അതും രാവിലെ സൂപ്പറാ. അർത്ഥം പറയൂ. അർത്ഥം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒരു വൃക്ഷം പോലെ മനോഹരമായ കവിത ഞാൻ ഒരിക്കലും കാണില്ല. കവിതകൾ എന്നെ പോലത്തെ വിഡ്ഢികളാൽ രചിക്കപ്പെടുന്നു. പക്ഷേ ദൈവത്തിന് മാത്രമേ ഒരു മരം സൃഷ്ടിക്കാൻ കഴിയൂ. എനിക്ക് അതിൻ്റെ അർത്ഥം പിടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരം, കവിതകളില്ലേ, കവിതകൾ മനോഹരമല്ലേ? പക്ഷേ ഒരു കവിതയും ഒരു മരത്തിനുള്ള മനോഹരമാകുന്നില്ല. കവിതകൾ എഴുതുന്ന എന്നെ പോലത്തെ മണ്ടന്മാരാ. പക്ഷെ മരം ഉണ്ടാക്കുന്ന ദൈവമാണ്. മനസ്സിലായേ? അതുകൊണ്ടാണ് മരം കവിതകളൊക്കെ മനോഹരമാവുന്നത്. ഓ യാ, ഇപ്പൊ പിടി. യെസ് ഇപ്പൊ പിടിയിട്ട്. ഞാനൊരു മണ്ടനായോണ്ട് മനസ്സിലാക്കാൻ കുറച്ച് താമസത്ത്. അല്ല, അതിമനോഹരം. നമ്മളെ കയറിയ ആ അന്തരീക്ഷം കൊള്ളാം. വെയിലാണെങ്കിലേ ആ ഒരു ഇതാണ്. ഇത് നോക്ക്, എന്ത് ഫീലെന്ന് നോക്ക്. ഒളി. ഉണ്ടല്ലോ. കുറച്ച് ചേട്ടന്മാർ ഒന്ന് സംസാരിച്ചു. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടല്ലോ, അവരൊന്ന് സംസാരിച്ചു. അവർ വിശേഷങ്ങളെ തിരക്കി, നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഓക്കെ, നമ്മൾ പരിചയപ്പെട്ടു. നല്ല ചേട്ടന്മാർ കേട്ടാ. അപ്പോൾ നമ്മൾ വീണ്ടും നാട്ടിനെക്കുറിച്ച് പ്രത്യേകം പറയണം. നല്ല ആൾക്കാർ. അതെ അതെ, ഈ നാട് സൂപ്പറാണ് കേട്ടോ. ആൾക്കാർ, എല്ലാവരുടെയും പെരുമാറ്റം, സ്നേഹം എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് വീണ്ടും, അല്ലേ? അതെ, തീർച്ചയായും പോവാം. മലകയറ്റങ്ങളിലേക്ക് അത് നോക്കിയേ, മുമ്പോട്ട് നോക്കിയേ. കുന്നു കൂടുതൽ കുത്തനെയുള്ള കയറ്റമാണ്. അതെ, ഇനി കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. സെറ്റ്. അതും പരമ്പരാഗതമായ പാതയായതുകൊണ്ട് അല്ലേ? അതെ, കല്ലും മുള്ളും നിറഞ്ഞ പാതയോരങ്ങളിലൂടെ നമ്മൾ കാടിൻ്റെ വനാന്തരങ്ങളിലേക്ക് ഇങ്ങനെ ഗദ്ഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ആ ഒരു അന്തരീക്ഷവും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ്. സൂപ്പർ. ഓക്കെ, മലകയറ്റം
കണ്ടിന്യൂ. അമ്മേ വെള്ളം എടുത്തില്ല. വെള്ളം ഇടയ്ക്ക് നിന്ന് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. പാതി ആയോന്ന് ചോദിച്ചാ അറിയത്തില്ല. അമ്മേ ക്ഷണിച്ചോട്ടാ. കേൾക്കുന്നില്ല. ഇവിടെ ഈ വർക്ക് കണ്ടോ? ഇതിൻ്റെ 4 ഐറ്റം കല്ലെടുക്കുന്ന സംഭവങ്ങൾ കണ്ടോ? ഇത് ചെയ്യുന്ന കുറേ ചേച്ചിമാരും അമ്മമാരും കൂടെ കയറി വരുമായിരുന്നു കേട്ടോ. ഒരു ഡെയിലി ഇതിൻ്റെ വർക്കാണ്. ഇവിടെ കയറിയിട്ട് ഇതെല്ലാം ക്ലിയർ ആക്കുന്നതാണ് അവരുടെ ജോലി. അവർ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, വിശേഷങ്ങൾ തിരക്കി. എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ 2.5 മണിക്കൂർ. അവന് ഓടല്ലേ, കാല് കഴിക്കും, കാല് മസിൽ ഇതാവും, ടൈറ്റാവും. പക്ഷെ അങ്ങനെ ഓടാം. ഇതാണ് എന്തോ അവരുദ്ദേശിച്ച. വേണ്ട, നമുക്ക് മേലോട്ട് പോയി എടുക്കാം. ഇതിലേ വേടാ. അതല്ലേ. അപ്പോൾ ഇതേതാ? കുരിശടി. ഞാൻ വയസ്സായടാ. ഞാൻ വയസ്സായടാ. ശരീരത്തിൽ ഞാനിങ്ങനെ അല്ലായിരുന്നടാ. സുഹൃത്തുക്കളെ, പ്രായം ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. നമ്മൾ എത്ര ഒളിച്ചു വെച്ചാലും ശരീരം അത് നമ്മളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഹസൻ പറഞ്ഞാൽ വളരെ ശരിയാ. അതെ, നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും നമ്മൾ എത്ര പൊട്ടി അടിച്ചാലും ശരീരം നമ്മളത് അറിയിച്ചുകൊണ്ടേയിരിക്കും, നീ പ്രായമായി. അമ്മേ, ഓ ഒരു 22 ഇരിക്കുന്നുണ്ട്. 22 42 വർഷം മുമ്പ്. നല്ല സാധനം കേട്ടോ. ഈ വെള്ളമായിരുന്നല്ലേ വരുന്നത്? ഫിൽട്ടർ ഫിൽട്ടർ ചെയ്തായിരുന്നു. ഈ അനുഭവമൊക്കെ നമുക്ക് പണം കൊടുത്താൽ കിട്ടുമോ? ഇല്ല, അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. മല കയറേണ്ടതിന് മല കയറണം. അതെ, പുഴ കയറേണ്ടതിന് പുഴ കയറണം. പുഴ കയറണം. കാട് കയറേണ്ടതിന് കാട് കയറണം. പുഴ ചാടണം. അതെ, പുഴ ചാടണം. ഉപ്പ് നിന്ന് വെള്ളം കുടിച്ചല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ അങ്ങനല്ല കിട്ടി. അതിനെ പറ്റിയൊന്നും പറയണ്ട. ഫീലറായി എൻ്റെ. ശുദ്ധമണിയെ
സൂപ്പർ നാച്ചുറൽ അങ്ങനെ സാധനമുണ്ട്. ഗോഡ് ഓഫ് ഓൾ. പക്ഷെ സൂപ്പർ നാച്ചുറൽ ഒരു സാധനമുണ്ട്. ഐസ്ക്രീം ഉണ്ട്, വേണം കട. ആ പായോ, ഒരു ഐസ് കുടിച്ചാലോ? കുരിശ് കൊണ്ട് വെച്ചേക്കുന്നു. വാ 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 വാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ഈ ഒരു സ്റ്റെപ്പും കൂടെ കയറി കഴിഞ്ഞാൽ പള്ളിയായി കേട്ടോ. എന്തെങ്കിലും പറയണ്ട അജയ? നമ്മൾ പള്ളിയിൽ പോകുന്നു, പുണ്യാളനെ കാണുന്നു, അല്ല മുത്തപ്പനെ കാണുന്നു, അതെ, മെഴുതിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മല ഇറങ്ങുന്നു, അതെ. യാത്ര ചെയ്യും. അന്ന് നിന്നൊരു പോസ്റ്റ് തന്നിട്ടങ്ങ് പോയി. അല്ലേ, കൊള്ളാം അല്ലേ? എൻ്റെ മോനെ. കിണറാണ് സുഹൃത്തുക്കളെ, കിണർ. ഇതിനാണ് വെള്ളം വരുന്നത് കുടിക്കുന്നത്. കുരിശുകൾ വെച്ചേക്കുന്നുണ്ടോ? ഒരു ഫോട്ടോ എടുത്ത് തരുമോ? കഷ്ടപ്പെട്ട് ടീം രണ്ടെണ്ണം ഉണ്ടോ? ഇഞ്ഞോ ഇഞ്ഞോ. നല്ല. ഇനി നമുക്ക് മെഴുകുതിരി കത്തിക്കാം. സംഭവം നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. താഴ്ന്നേ കുരിശടികളുണ്ടായിരുന്നു, അവിടെ എല്ലാം മെഴുകുതിരി കത്തിക്കേണ്ടതായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മെഴുകുതിരി കത്തിച്ചില്ല, നമ്മളെല്ലാം ഇവിടെ കത്തിക്കുവാണ് കേട്ടോ. സംഭവം നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് പരിചയക്കുറവിൻ്റെ അതുകൊണ്ടാണ്.
താഴെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ പോയാൽ പോരെ? ഹോട്ടലല്ല, റൂമിലോട്ട്. വിശപ്പൊന്നും ഇല്ല, വിശക്കുന്നില്ല. എന്നാ വിട്ടാലോ? അതെന്താ അഴിച്ചിട്ടേക്കുക. ഈ കുന്നും മലയൊക്കെ ഇല്ലേ, ഒരു സൂക്ഷ്മത വേണ്ട. അതെ, ശരിയാ. വന്ന് തട്ടിയെടുക്കാൻ വീഴാം. മുതുക്കന്മാർ വരെ പോയി കുഴി വീഴുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ മലയാറ്റൂർ തീർത്ഥാടനം, അതായത് മലകയറ്റം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. സമയം 10:44. താഴെ എത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞുകൂടാ. നമ്മൾ റൂമിൽ പോകണം, സാധനങ്ങൾ എടുക്കണം, തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഓക്കെ, ഇനി താഴോട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. മനോഹരം. രണ്ടും തീരാറായി. ഉച്ചയായി. ചാർജും തീരാറായി, സ്പേസും തീരാറായി. ഞങ്ങൾ ഏകദേശം മല ഇറങ്ങി കഴിയാറായി കേട്ടോ. അടിവാരം എത്താറായി എന്നാണ് തോന്നുന്നത്. നല്ല വിശപ്പായി. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മേലെ നിന്ന് വെള്ളം കുടിച്ചു, ഫുഡൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് നല്ല വിശപ്പ്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട്. ആ തെന്നലുണ്ട് കേട്ടോ. കാലൊക്കെ വിറച്ചു തുടങ്ങി. താഴോട്ട് ഇറങ്ങിയപ്പം കാല് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടിവാരത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ മലയാറ്റൂർ മല ആദ്യമായിട്ട് കയറിയതാണ്. വളരെ നല്ല അനുഭവമായിരുന്നു. വളരെ നല്ല അടിപൊളിയൊരു അനുഭവമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള യാത്ര. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ അടിവാരത്തെത്തി, നമുക്ക് എൻഡ് ചെയ്യാം. വാഴയല്ല കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഗോപ്രോയിൽ ചാർജും കുറവാണ്. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.